പ്രിയപ്പെട്ട കന്നിരാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, വസ്തു, പഠനം, ജോലി, കുടുംബം, സന്താനങ്ങൾ എന്നീ വിഷയത്തിൽ അനുകൂല ഫലങ്ങളും ആരോഗ്യം, വിവാഹം, ബിസിനസ് മുതലായ വിഷയങ്ങളിൽ പ്രതികൂല അനുഭവങ്ങളും ഉണ്ടായേക്കാം. കന്നിരാശിക്കാരായ നിങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരു യുദ്ധം അല്ലെങ്കിൽ പോരാട്ടമാണ്. ഈ പോരാട്ടം ശാരീരികമായി അല്ലെങ്കിൽ വാക്കിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് ജീവിതത്തിൽ ഉള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പരിശ്രമം, കഠിനാധ്വാനം, നല്ല രീതിയിലുള്ള കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള അവസരങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അത് തീർച്ചയായും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കുന്നത് ഒരർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതെയാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അതിനോട് നല്ല രീതിയിൽ പൊരുതി മുന്നേറുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് നൽകുക. ഇനി ഓരോ വിഷയവും വിശദീകരിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. സാമ്പത്തികമായി കന്നിരാശിക്കാർക്ക് നല്ലൊരു മാസം തന്നെയാണ്. വ്യാഴം 11-ൽ നിൽക്കുന്നതും രണ്ടാം ഭാവാധിപതിയായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നതും മാസാരംഭത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. സാമ്പത്തികമായിട്ട് കലാപരമായ മേഖലയിൽ കർമ്മമനുഷ്ഠിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ പറയാം. വസ്തുവകകളുമായി ബന്ധപ്പെട്ട് പുതിയ വീട്, വാഹനങ്ങൾ മുതലായവ സ്വീകരിക്കുവാനും അല്ലെങ്കിൽ ഉള്ളത് വിൽക്കുവാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിലൂടെയുള്ള ധനലാഭവും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് കന്നിക്കൂറുകാർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. പ്രത്യേകിച്ചും കല, ഡിസൈനിങ്, ആർട്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ പഠനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന കന്നിക്കൂറുകാർക്ക് നല്ല ഒരു മികച്ച അവസരങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാകും. നിലവിൽ അത്തരം മേഖലയിൽ ഉള്ളവർക്ക് നല്ല രീതിയിൽ അവരുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്തുവാനുള്ള അവസരവും വന്നേക്കാം. കർമ്മമേഖലയിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു മാസം തന്നെയാണ്. നിങ്ങളുടെ കർമ്മമേഖലയിൽ പൂർവാധികം ശക്തിയോടെ ശോഭിച്ച് മുന്നോട്ട് പോകുവാനും അതുപോലെ തന്നെ കർമ്മമേഖലയിലുള്ള പ്രതിബന്ധങ്ങളെയും ശത്രുതകളെയും തകർത്ത് നല്ല രീതിയിൽ മികച്ച മുന്നേറ്റം നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന കോമ്പറ്റീഷൻസിൽ വിജയിക്കുവാനും വളരെയധികം സാധിക്കും എന്നുള്ളതാണ്. എങ്കിലും ചില പ്രയാസങ്ങൾ കർമ്മരംഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിൻവാങ്ങേണ്ടതായിട്ടുള്ള തോന്നൽ വരാം. പക്ഷേ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ തീർച്ചയായും യുദ്ധം ചെയ്താൽ ജയിച്ചിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകാം. നിങ്ങൾ വിചാരിച്ചത്ര വേഗതയിൽ ഈ മാസം ബിസിനസ്സുകൾ ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് അനുകൂലമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങൾ വളരെയധികം വരുന്നുണ്ടെങ്കിൽ ചില തീരുമാനങ്ങളും അതിനെ വികസിപ്പിക്കേണ്ടതോ തുടങ്ങേണ്ടതോ ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്പം വൈകിക്കുന്നതായിരിക്കും ഗുണം ചെയ്യുക. കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു മാസം തന്നെയാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ മുതലായവരുമായി നല്ല രീതിയിൽ ഒത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. വിവാഹത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. നിലവിൽ വിവാഹിതരായവർ തമ്മിൽ ഒരു വിരസതയും ഒരു ആകർഷണീയത ഇല്ലായ്മയും തോന്നിയേക്കാം. എങ്കിലും നല്ല രീതിയിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കുന്നത് നല്ലതായിരിക്കും. സന്താനങ്ങളിലൂടെ ഗുണഫലങ്ങൾ, അവർക്ക് വിദേശവാസം, അവർക്ക് പഠനങ്ങളിൽ അഭിവൃദ്ധി, ജോലി അന്വേഷിക്കുന്ന സന്താനങ്ങൾക്ക് കർമ്മം ലഭിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. കന്നിക്കൂറുകാർക്ക് ആരോഗ്യ വിഷയത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ്. ജീവിതശൈലി കൊണ്ടും അമിതമായിട്ടുള്ള ഭക്ഷണശീലം കൊണ്ടും ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി വ്യായാമം, ധ്യാനം, ജപം, യോഗ എന്നിവ ശീലമാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.
കന്നിക്കൂറുകാർക്ക് പരിഹാരമായിട്ട് ദുർഗയ്ക്ക് വഴിപാട് നേരാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കാം. എല്ലാറ്റിലും ഉപരിയായി കുലദേവതയെയും പിതൃക്കളെയും നിത്യേന സ്മരിച്ച് മാസത്തിലൊരിക്കലെങ്കിലും അവർക്ക് ബലിയിടുകയും കുലദേവതയുടെ സ്ഥാനം ദർശിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇത്രയുമാണ് കന്നിരാശിക്കാർക്ക് ഈ മാസത്തെ ഫലങ്ങളും പരിഹാരങ്ങളുമായിട്ട് പറയുവാനുള്ളത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.